വചനം തിരുവചനം. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം. എന്നെ കൂടാതെ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കാരുണ്യവാനായ ഈശോയെ. ഞാൻ മരവും നിങ്ങൾ ശിഖരങ്ങളുമാകുന്നുവെന്നും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ലെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആകയാൽ കാരുണ്യവാനായ ഈശോയെ, ഓരോ നിമിഷവും അങ്ങയുടെ ജീവൻ്റെ അന്തർധാര ഞങ്ങളിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ നാടിയിടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സ്വന്തമല്ലാത്ത വായു പുറത്തുനിന്ന് ഞങ്ങൾ വലിച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഓരോ നിമിഷവും കർത്താവ് ജീവിക്കുവാൻ ഞങ്ങളുടേതല്ലാത്ത ഒരു ശക്തിയും ഞങ്ങൾ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങയുടെ ജീവൻ്റെ അന്തർധാര വായുവിലൂടെ ഞങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. പ്രാണവായുവിലൂടെ പരമാണുവിനെ വലിച്ചെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഓരോ നാടിയിടിപ്പിലും എൻ്റെ കർത്താവെ, അങ്ങ് എന്നിലും എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ നേത്രയജ്ഞനം ഞങ്ങളുടെ കണ്ണുകളിൽ പൂശി ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ. ഞങ്ങൾ ശ്രവിക്കുന്ന വചനം വഴിയരികിലും പാറപ്പുറത്തും വീണതുപോലെ മുൾപ്പടർപ്പ് വിടുന്ന പോലെ ആകാതെ നല്ല നിലത്ത് വീണ് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചതുപോലെ ആയിത്തീരുവാൻ കൃപയുണ്ടാകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നല്ലൊരു ജീവിതം മെനഞ്ഞെടുത്ത് ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരാധ്യാത്മിക ജീവിതം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും, പ്രത്യേകിച്ച് കത്തോലിക്കരായ നമ്മളൊക്കെ ഭക്തകൃത്യങ്ങളിലൂടെ, ആരാധനയിലൂടെ, ബലിയർപ്പണത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെയൊക്കെ ഒരാധ്യാത്മിക ജീവിതം മെനഞ്ഞെടുക്കണം, കെട്ടിപ്പടുക്കണം, തമ്പുരാനെ അറിയണം, അനുഭവിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അതാരും നിഷേധിക്കുന്നില്ല. നമുക്ക് നല്ലൊരു നിയോഗമുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ നിയോഗത്തിന് അനുസരിച്ചാകുന്നില്ല എന്നതാണ് പരിതാപകരമായ ഒരു കാര്യം. All of us have got a very good intention in life, but often in life the life is not consistent with the intention. Life should be consistent with the intention. അതായത് ജീവിതം നിയോഗത്തിനനുസരിച്ച് പോകുന്നതായിട്ട് മാറണം. ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കഠിനാധ്വാനം ചെയ്ത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നല്ല നിലയിൽ ഫലം കൊയ്യണം, വിളവെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ പറമ്പിലിറങ്ങി വിയർപ്പ് അനുഭവിച്ചുകൊണ്ട് എല്ലുമുറുകെ പണിയെടുക്കണം. ഇതുപോലെ സ്വർഗം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിന് പോകേണ്ട വഴി ഏതാണെന്ന് വിവേചിച്ചറിഞ്ഞ്, ശരിയായ രീതിയിൽ വിവേചിച്ചറിഞ്ഞ് ആ വീതിയിലൂടെ തന്നെ പാദങ്ങൾ പറിച്ച് മുന്നോട്ട് വളർത്തി വെച്ചാൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള അബദ്ധവും തെറ്റുമായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുത്തുയർത്തുമ്പോൾ ശരിയായ ധാരണ നമ്മളിൽ രൂഢമൂലമായാൽ മാത്രമേ അതിനനുസരിച്ച് പ്രവൃത്തിയെ വ്യവസ്ഥപ്പെടുത്താൻ സാധിക്കൂ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നത് പോലെ, man has two basic faculties. One is the speculative faculty of knowledge. Second one is the faculty that puts this knowledge into action. അതായത് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നത്, മനുഷ്യന് 2 അടിസ്ഥാനപരമായ ഫാക്കൽറ്റി ഉണ്ട്. ഒന്ന് അറിവിന്റെ തലം, 2 ആ അറിവ് അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന തലം. വാച്ച് സമയം കാണിക്കുന്ന ഒരു ഉപകരണമാണെന്ന് എനിക്കൊരു അറിവുണ്ട്. അതിനെ എങ്ങനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്? കാശ് മുടക്കി ഞാൻ പുറത്ത് പോയി ഒരു വാച്ച് വാങ്ങിച്ച് കെട്ടുന്നു. കുളിക്കുമ്പോൾ ഞാൻ ഫ്രഷ് ആകുന്നു, ചെളി മാറുന്നു എന്നൊരു അറിവ് എനിക്കുണ്ട്. ഞാനത് പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാ? കുളിച്ച് ഫ്രഷായി അതിനെ പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പടക്കുമെന്നൊരു അറിവ് എനിക്കുണ്ട്, അടങ്ങാമെന്ന് എനിക്ക് അറിവുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ അറിവിനെ ഞാൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ ഈ അറിവ് ശരിയായ അറിവല്ലെങ്കിൽ ചെയ്തികളും പാളിപ്പോകും. അറിവ് ശരിയാണെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് പ്രവൃത്തിയെ വ്യവസ്ഥപ്പെടുത്താൻ സാധിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് എടുത്തു പറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നതിൻ്റെ വഴികൾ ഏതാണെന്ന് സുവിശേഷത്തിലൂടെ അറ്റമിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളും അബദ്ധമായ ധാരണകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു നമ്പർ 1 അബദ്ധധാരണയാണ് ദൈവങ്ങളാകാനുള്ള നമ്മുടെ മനസ്സിൽ കയറി കുടിക്കുന്ന ഒരു പരാക്രമം എന്ന് പറയുന്നത്.
നമ്മൾ ഈ വഴിയോരങ്ങളിലൂടെ ചെന്ന് കിടന്നാൽ കാണാം, ദൈവത്തിനോ ദൈവവചനത്തിനോ അല്ല പ്രാധാന്യം. ഇന്നാളുടെ കൺവെൻഷൻ നടക്കുന്നു, ഇന്നയാളിന്റെ കൺവെൻഷൻ നടക്കുന്നു, ഇന്ന സ്ഥലത്ത് നടക്കുന്നു. ഇങ്ങനെ വെണ്ടയ്ക്കാൻ മുഴുപ്പിൽ ആൾക്കാർക്കും സ്ഥലത്തിലും വ്യക്തികൾക്കുമാണ് പ്രാധാന്യം. അപ്പസ്തോല പ്രവർത്തനം 19-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ മനോഹരമായ ദൃശ്യം ഒന്ന് കാണാം. ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദന്മാര് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ച് നോക്കി. They made a trial. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്വേവയുടെ 7 പുത്രന്മാരും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്കറിയാം, എന്നാൽ നീയൊക്കെ ആരാ? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി വസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിയെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രയോഗിച്ചു നോക്കി, യേശുവിന്റെ നാമത്തിൽ പ്രയോഗിച്ചു നോക്കി. ഇതുപോലെ പ്രയോഗിച്ചു നോക്കിക്കൊണ്ട് പേരെടുക്കാൻ വെപ്രാളം കൂട്ടുന്ന, പരക്കം പായുന്ന, ദൈവങ്ങളാകാനും ദൈവമായ സ്വഭാവത്തോടു കൂടി ഇവിടെ നിന്ന് പ്രചരിപ്പിക്കാനുമുള്ള ഒരു വെപ്രാളം എല്ലായിടത്തും കാണാം. എൻ്റെ കഴിവ് കൊണ്ട് അതവിടെ നടന്നു, എൻ്റെ പ്രാർത്ഥന കൊണ്ട് അതവിടെ നടന്നു, ഞാൻ ഇടപെട്ടത് കൊണ്ട് അത് നടന്നു. ഇങ്ങനെ ഞാൻ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഞാൻ തന്നെ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവങ്ങളാകാനുള്ള ഒരു പരാക്രമം, പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് റിന്യൂവൽ വന്നതിന് ശേഷം 4 നൂറ്റാണ്ടായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നന്മ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഒരുപാട് പേരെ പ്രസംഗിക്കാൻ തുടങ്ങി, മനുഷ്യർ മുഴുവനും വേദപുസ്തകം വാങ്ങിച്ചു വായിക്കാൻ തുടങ്ങി, സ്വയംഭരിതമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരുപാട് പ്രാർത്ഥനാരിവ് വർദ്ധിച്ചു. ഒരുപാട് നന്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരുത്തർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷേ അതോടൊപ്പം തന്നെ വേണ്ടാത്ത ചില പുഴുക്കുത്തുകൾ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒത്തിരി കച്ചു മത്സരങ്ങള്, ഗ്രൂപ്പിസങ്ങള്, ഇതിന്റെ പേരിലുള്ള വേർതിരിച്ച് വ്യത്യാസങ്ങള്, ദൈവങ്ങളാക്കാനുള്ള ഒരു പരാക്രമം, ഇങ്ങനെയൊക്കെയുള്ള കുറെ വേണ്ടാത്ത കുറെ എലമെന്റ്സ് ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഏതാണ്ട് താഴെക്കടവിലുള്ളവരാണ്, ഞാൻ ഏതാണ്ട് അരിവ് നിറഞ്ഞവനാണ്, അല്ലെ അരിവ് നിറഞ്ഞവളാണ്, ആത്മാവ് എൻ്റെ സ്വന്തമാണ്, മാതാവ് എൻ്റെ സ്വന്തമാണ്, എനിക്ക് മാത്രം കൃപയുണ്ട്, വരവുണ്ട്, ഞാൻ തമ്പുരാനോട് നേരിട്ട് ഡയലോഗ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള വേണ്ടാത്ത കുറച്ച് ധാരണകൾ, പൈശാചികമായ കുറെ ചിന്താധാരകൾ പലരുടെ മനസ്സിൽ കേടുകൂടിയിട്ടുണ്ടെന്നുള്ളത് നാട് ചുറ്റി നടന്ന് വചനപ്രഘോഷം നടത്തി പരിചയപ്പെട്ട് നടക്കുമ്പോൾ കണ്ടുമുട്ടാനിട വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ അബദ്ധധാരണകളെ വേരോടെ പിടിതെടുത്ത് കളയണം. അതുപോലെ തന്നെ എനിക്ക് മാനസാന്തരം വേണ്ട എന്നൊരു ചിന്ത, ഒരു കൺവെൻഷൻ വെച്ചാൽ, ഒരു പ്രസംഗം വെച്ചാൽ, മനുഷ്യൻ തിരുത്തിക്കുറിക്കേണ്ട ഒരു കാര്യം പറയുമ്പോൾ പൊങ്ങി നിന്നുകൊണ്ട് തല ഉയർത്തി ഒന്ന് നോക്കും. ഇത് കേൾക്കേണ്ടത് ഞാനല്ലായിരുന്നു, എൻ്റെ വെമ്പർത്തോത്തിയായിരുന്നു, അല്ലെ എൻ്റെ ആമ്പർന്നവനായിരുന്നു, എൻ്റെ നാത്തൂനായിരുന്നു, ചിറ്റപ്പനായിരുന്നു, ചിറ്റമ്മയായിരുന്നു, അവനുണ്ടോ അവളുണ്ടോ കൺവെൻഷനിൽ, പള്ളിയിലുണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രവണത. മിസ്റ്റേക്ക് എൻ്റേതല്ല, മിസ്റ്റേക്ക് ആ വ്യക്തിക്കാണ് കേൾക്കേണ്ടത്, ആ വ്യക്തിയാണ് കേൾക്കേണ്ടത്, അവനാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്. എൻ്റെ ചേട്ടനാണ്, എൻ്റെ അനിയനാണ്, അല്ലെ എൻ്റെ അച്ചായനാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ്, എനിക്കാണ് മാനസാന്തരം ഉണ്ടാകണമെന്ന് ചിന്തിക്കണമെങ്കിൽ കുറേയൊക്കെ ദൈവാനുഭവം ഉള്ളവനായിട്ട് മാറണം. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് എൻ്റേതാണെന്ന് മനസ്സിലാകും. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ്. പിതാവായ അബ്രാഹം, യാക്കോബ്, മോശ, നെഹേമിയ, അതുപോലെ തന്നെ ഹന്ന, എസ്ര, ആമോസ്, ഇവരുടെയൊക്കെ പൂർവികരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക. ആരുടെയും നേരെ വിരളിയുണ്ടെന്ന പ്രശ്നം അവർക്കില്ല. ഒരു മനുഷ്യന്റെ നേരെ കുറ്റാരോപണം നടത്തുന്ന പ്രശ്നം അവർക്കില്ല. എൻ്റെ തെറ്റ്, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ പോരായ്മകള്, എൻ്റെ കുറ്റങ്ങള്, അങ്ങനെ സ്വന്തം തെറ്റുകൾ വിളിച്ചു പറഞ്ഞ് ചാക്ക് വസ്ത്രമുടുത്ത് ചാരം പൂശി വെണ്ണീറിലിരുന്ന് നിലത്തിരുന്ന് കരഞ്ഞ് വിലപിച്ചട്ടകസിച്ച് പരിഹാരം ചെയ്ത് പഞ്ചാംഗ പ്രണാമം ചെയ്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മുട്ടുകുത്തി കൈകൾ ഉയർത്തി കണ്ണുകൾ ഉയർത്തി അത്യുച്ചത്തിരത്തിൽ ദയനീയമായി നിലവിളിച്ചിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴാണ്? മറ്റാരുടെയും മിസ്റ്റേക്ക് കണ്ടപ്പോഴല്ല, എൻ്റെ ഭാഗത്താണ് തെറ്റും മിസ്റ്റേക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ, എൻ്റെ സംസാരത്തിനകത്ത്, എൻ്റെ പെരുമാറ്റത്തിനകത്ത്, എൻ്റെ മനോഭാവത്തിനകത്താണ് മാറ്റം ഉണ്ടായതെന്ന് മനസ്സിലായപ്പോൾ ദൈവത്തെ കണ്ടറിഞ്ഞ അനുഭവം അവർക്കുണ്ടായി. എന്തുകൊണ്ടാണ് നമുക്ക് പ്രകടമായ ദൈവാനുഭവം ഉണ്ടാകാത്തത് ഈ വസ്തുകൃത്യങ്ങളെല്ലാം ചെയ്തിട്ടും? കാരണം എനിക്ക് തിരുത്താനൊന്നുമില്ല, എനിക്ക് മാനസാന്തരം ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആരുടെയെങ്കിലും മുഖത്തൊരു കടുകുമണിയോളം വലിപ്പമുള്ള ഒരു മറുകിരുന്നാൽ നിങ്ങൾക്കും എനിക്കൊരു വ്യക്തമായിട്ട് കാണാം.
പക്ഷേ നമ്മുടെ സ്വന്തം മുഖത്ത് ഒരു പപ്പടകത്തിനോളം വലിപ്പമുള്ള ഒരു മറകിരുന്നാൽ കാണാൻ നിവർത്തിയില്ല. എൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നത്, പക്ഷെ എൻ്റെ കണ്ണെനിക്ക് കാണാൻ നിവർത്തിയില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം എനിക്ക് കാണാം, പക്ഷെ എൻ്റെ മുഖം എനിക്ക് കാണാൻ നിവർത്തിയില്ല. ഇതുപോലെ സ്വന്തം മിസ്റ്റേക്ക് കാണാൻ പരിശ്രമിക്കാത്തത് കൊണ്ട് സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ അത് നടക്കാത്തത് കൊണ്ട് തിരുത്തലുണ്ടാകുന്നുമില്ല. തിരുത്തേണ്ടത് ആ വ്യക്തിക്കാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന ധാരണ കളഞ്ഞിട്ട് മാനസാന്തരം എനിക്കാണ് ആവശ്യമുള്ളത്. എൻ്റെ അനുജനല്ല, എൻ്റെ ചേട്ടനല്ല, എൻ്റെ പെങ്ങൾക്കല്ല, എൻ്റെ ഭാര്യയ്ക്കല്ല, എൻ്റെ ഭർത്താവിനല്ല, എനിക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അത് ആർക്കാന്നറിയാവോ? ദൈവത്തെ അന്വേഷിക്കുന്നവന് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ. ഉപവാസവും നോയമ്പും മുട്ട ഇറച്ചി മീനും കൂട്ടാതെ 40 or 50 ദിവസം ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാശ് ലാഭമുണ്ട്, വയറിന് സുഖമുണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലൂടെ ഉരുത്തിരിഞ്ഞ് നമ്മൾ കൈമുതലാക്കേണ്ട ചില ദൈവികമായ ചില നിലപാടുകളും സവിശേഷതകളും കൊണ്ട് അത് കൈമുതലാക്കുന്നതിന് ഇതിനൊന്നും അർത്ഥം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എനിക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറേണ്ടത്. അതുപോലെ തന്നെ എന്നാ ദണ്ഡിത്തരം കാണിച്ചാലും ബുദ്ധിത്തരം കാണിച്ചാലും കുമ്പസാരിച്ചാൽ മതി എന്നൊരു ചിന്ത മനസ്സിൽ കയറിയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരു ഹൈന്ദവൻ എന്നോട് പറയുകയായിരുന്നു, ഞങ്ങൾ ചെറുപ്പം പോലെ സുഹൃത്തുക്കളാണ്, യാദൃശ്യാരി അടുത്താണെന്ന് കണ്ടുമുട്ടി ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് പോയിച്ചു വന്നപ്പോൾ മുട്ടി സംസാരിക്കാനിടയാതാ. അവൻ പറയുകയായിരുന്നു, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കൺവെൻഷൻ ഉണ്ട്, ഉപസാരമുണ്ട്, കുർബാനയുണ്ട്. എൻ്റെ അച്ഛോ ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ഞങ്ങളൊക്കെ എന്തുമാത്രം സൂക്ഷിച്ചാ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. എന്താണ് കാരണം അച്ഛൻ ഞങ്ങൾക്ക് കുർബാനയും കുമ്പസാരവും ഒന്നുമില്ല. തെറ്റ് ചെയ്താൽ അതൊന്ന് പറഞ്ഞ് പരിഹാരം കണ്ടാനുള്ള മാർഗമില്ലാത്തത് കൊണ്ട് തെറ്റിൽ വീഴാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കും. വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കുമ്പസാരം എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉള്ളതിന്റെ പേരിൽ കണ്ണിക്കാണുന്ന തെറ്റെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് കുമ്പസാരിച്ചാൽ പരിഹാരമായി എന്നൊരു ചിന്ത കയറിയിട്ടുണ്ട്. കുമ്പസാരം എന്ന് പറഞ്ഞാൽ അതിനുള്ളതല്ല. വരപ്രസാദം ലഭിക്കുന്ന ഒരു കൂദാശയാണ്, പാപമോചനം ലഭിക്കുന്ന ഒരു കൂദാശയാണ്. അതോടൊപ്പം മനുഷ്യന് ചിന്തുകൊണ്ട്, വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്, മനസാക്ഷി കൊണ്ട് അറിവില്ലാതെ അറിയാതെ അവിചാരിതമായി എന്തെങ്കിലും വന്നു പോയാൽ പാപമോചനം തേടാനുള്ള ഒരു മാർഗവും കൂദാശയുമാണ് കുമ്പസാരം എന്ന് മനസ്സിലാക്കിയിരിക്കണം. തമ്പുരാനെ കുരിശിൽ തറച്ചപ്പോൾ തമ്പുരാൻ അവർക്ക് പൊറുതി കൊടുത്തപ്പോൾ ഒരു കണ്ടീഷൻ കൂട്ടിച്ചേർത്തിരുന്നത് ഓർമ്മയിലുണ്ടല്ലോ. എന്നതാ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവർക്ക് മാപ്പ് കൊടുക്കണമേ. ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ അതിന്റെ അർത്ഥം എന്നതാ? മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് അത്ര എളുപ്പം മോചനം ഉണ്ടാകില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവർക്ക് മാപ്പ് കൊടുക്കണമേ. അതുകൊണ്ട് ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് കുമ്പസാരം നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് ധരിക്കാതെ എന്ത് ചെയ്താലും കുമ്പസാരിച്ചാൽ മതി, പരിഹാരമായിക്കോളും എന്ന അബദ്ധ ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് വേരോടെ പിടിതെടുത്ത് കളയണം. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ പോയിട്ട് പറയുന്നു, ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അല്ല ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണ്ടാത്തൊരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ട്. കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എന്തുകൊണ്ടാണ് കുമ്പസാരത്തിൽ പറഞ്ഞത്? അത് വിമർശിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കുമ്പസാരത്തിൽ പറഞ്ഞത് അത് പാപമാണെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞതുകൊണ്ടാണ്. Then why do you repeat that? പിന്നെ എന്തുകൊണ്ട് നീ അത് ആവർത്തിക്കണം? പാപമാണ്, തെറ്റാണെന്ന് എന്റെ മനസാക്ഷിയിൽ അറിയാവുന്നത് കൊണ്ടാണ് നീ കുമ്പസാരത്തിൽ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് നീ അത് ആവർത്തിക്കണം? ആദ്യ കുർബാന നടന്ന കാലഘട്ടം തുടങ്ങിയ എല്ലാ കുമ്പസാരത്തിലും പറയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, അപഖ്യാതി പറഞ്ഞിട്ടുണ്ട്, 75 വയസ്സായി, ഇപ്പോഴും അത് ആവർത്തിക്കുകയും ചെയ്യും. ഇതിങ്ങനെ 90 വയസ്സ് വരെ ഈ കുറ്റം ഇങ്ങനെ ആവർത്തിച്ച് കുമ്പസാരം ഒരു കുമ്പസാരം ആവാസമാക്കിക്കൊണ്ട് അവസാനം അന്ത്യകൂദാശാല സുബോധത്തോടെ സ്വീകരിച്ച് മടിയായിരുന്നു പത്രത്തോട് പരസ്യവും കാണാം. അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം മനസാക്ഷി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ഈ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അതിഭാഷണം നടത്തിക്കൊണ്ട് ദൈവത്തെ പ്രതിപ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. നീണ്ട സ്വരത്തിൽ കയ്യും കാലും ഉയർത്തി ഹല്ലേലൂയ വിളിച്ചുകൊണ്ടൊന്നും ദൈവത്തെ പ്രതിപ്പെടുത്താൻ സാധ്യമല്ല. അങ്ങനെയുള്ള അബദ്ധധാരണ നമുക്ക് ആർക്കും വേണ്ട. അതിഭാഷണത്തിലൂടെയോ ഭക്താനുഷ്ഠാനങ്ങളിലൂടെയോ ഒന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ വളരെ അടിസ്ഥാനപരമായ ചില പാരഡോക്സുകൾ